ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. വീട് എപ്പോഴും നല്ല ഭംഗിയായിട്ടും ഒതുങ്ങിയിരിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഇരിക്കുന്ന ഐറ്റംസ് കണ്ടുപിടിക്കാനായാലും അതുപോലെ തന്നെ നമ്മുടെ സമയം നഷ്ടമില്ലാതെ പണം നഷ്ടമില്ലാത്ത ഐറ്റംസൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഈസി ആയിട്ടുള്ള ടിപ്സാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ളൊരു സ്റ്റീലിൻ്റെ അലമാരയാണ്. എൻ്റെ ഡ്രസ്സുകൾ ഫുള്ളായിട്ടും ഈ ഒരു അലമാരയിൽ വെക്കുന്ന രീതിയിലാണ് നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ ചിലവരെങ്കിലും കമൻറ്റിൽ പറയൂ കേട്ടോ, ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു അലമാര ഇല്ല, ഞങ്ങൾക്ക് ഇത്രയും ഡ്രസ്സില്ല, ഞങ്ങളുടെ എല്ലാവരും ഡ്രസ്സ് കൂടി ഒരു അലമാരയിൽ വെക്കുന്നത് എന്നൊക്കെ കേട്ടോ. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഒതുക്കുക. നമ്മുടെ ഉള്ള ഫെസിലിറ്റീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മുൻപ് എൻ്റെ അലമാരയിൽ ഇത്ര വെളിച്ചുണ്ടായിരുന്നില്ല. നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഫുള്ള് ഇരുട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം സൈഡിൽ ട്യൂബ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് തീരെ വെളിച്ചില്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കുമോ, ഇതിൽ എന്തെങ്കിലും വെളിച്ചം കൊടുക്കാനൊരു മാർഗ്ഗം ഉണ്ടോ എന്ന്. അപ്പോൾ ചേട്ടൻ ഇതിൽ LED ലൈറ്റ്സ് ഒക്കെ പിടിപ്പിച്ച് ഈ കാണുന്ന രീതി നല്ല മനോഹരമാക്കി തന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല സൂപ്പർ ഭംഗിയായി. പക്ഷേ അതുപോലെ തന്നെ ഈ അലമാര ഒതുക്കി വെച്ചില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ടും തോന്നും. കാരണം ലൈറ്റൊക്കെ ഇട്ട് ഇരിക്കല്ലേ. മുൻപ് ഇരുട്ടായിരുന്നുകൊണ്ട് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റ് പിടിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ ഇരിക്കുന്നത് ഞാൻ നല്ല രീതിക്ക് കണ്ടത്. അതുകൊണ്ട് തന്നെ അത് വേഗം തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷെൽഫിലുള്ള ഓരോ ഐറ്റംസും എടുത്ത് നോക്കി അതിലേതാണ് നമുക്ക് ആവശ്യമുള്ളത്, ഏതെങ്കിലുമൊക്കെ അളവ് പാകില്ലാതിരിക്കുന്നുണ്ടോ, നമ്മൾ തീരെ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഉള്ളതൊക്കെ സോർട്ട് ചെയ്ത് ഒതുക്കി തിരിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓരോ തവണ ഒതുക്കുമ്പോഴും നമ്മൾ ഈ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അലമാരയിൽ നമ്മൾ ഉപയോഗിക്കാത്ത പല ഡ്രസ്സുകളും വെറുതെ ഇരുന്ന് സ്ഥലം വേസ്റ്റാക്കി കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഞാൻ നോക്കി അതിന് ശേഷം ഓരോ ഐറ്റംസും ഞാൻ നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ മടക്കി വെച്ചതൊക്കെ വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പഴയ പോലെ മടക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ മടക്കി വെക്കുന്ന തുണികളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ചുളിവുകൾ ചിലപ്പോൾ തോന്നും കേട്ടോ. ഞാൻ സാധാരണ ഡ്രസ്സുകൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ മടക്കി അൽമാരയിലോട്ട് വെക്കുകയുള്ളൂ, അല്ലാതെ ഫുള്ളും അയൺ ചെയ്തിട്ടൊന്നല്ല വെക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഞാൻ എടുക്കും, അയൺ ചെയ്യും, യൂസ് ചെയ്യും. അതാണ് പതിവ്. എനിക്ക് എമർജൻസി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഞാൻ ഒരിക്കലും കോട്ടൻ്റെ ടോപ്പ് എടുക്കില്ല. ഷിഫോണിൻ്റെ ടോപ്പുകളുണ്ട്, അതാണ് എടുക്കുക. അത് അയൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് ഇട്ടിട്ട് എവിടെയെങ്കിലും പോവാം. പ്ലാൻ ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കോട്ടൺ ടോപ്പുകളാണ് ഉപയോഗിക്കുക. ഡ്രസ്സ് വെക്കുമ്പോൾ എപ്പോഴും കാറ്റഗറി അനുസരിച്ച് തരംതിരിച്ചിട്ട് വെക്കുക. ഞാൻ എപ്പോഴും കൂടുതൽ ഉപയോഗിക്കാം കുർത്തീസ്, അതിൻ്റെ കൂടെ ലെഗിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടം, പിന്നെ ദുപ്പട്ട. ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുക. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ടീഷർട്ടും ജീൻസും ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, ഇല്ലയെന്നുണ്ടെങ്കിൽ സൽവാർ സെറ്റുകളായിട്ട് വാങ്ങാൻ കിട്ടുന്നതാവും. എങ്ങനെയായാലും തരം തിരിച്ചിട്ട് ഒതുക്കി വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അലമാരയിൽ ഡ്രസ്സ് വെക്കുമ്പോൾ ആ അലമാരയിൽ കൊള്ളത്തക്ക രീതിയിലുള്ള ഡ്രസ്സുകൾ വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കാത്തതും പാകമില്ലാത്ത ഐറ്റംസൊക്കെ എടുത്ത് മാറ്റണമെന്ന്. അതോടൊപ്പം തന്നെ നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോഴും കൂടി 2 വട്ടം ആലോചിച്ചിട്ട് വാങ്ങുക. ഇത് ആവശ്യമുണ്ടോ, ഇത് ഉപയോഗിക്കുമോ എന്ന് ഉള്ള രീതിയിൽ 2 വട്ടം ആലോചിച്ച ശേഷം വാങ്ങുക. ഇമ്പൾസ് ആയിട്ട് പെട്ടെന്ന് വാങ്ങുന്ന ഒരു രീതി കുറയ്ക്കുക. ഇനി ഞാൻ അലമാരയുടെ ഉള്ളിൽ പേപ്പർ വിരിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ പ്ലാസ്റ്റിക് കവറോ നമുക്ക് വിരിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ച ഡ്രസ്സുകളെല്ലാം തന്നെ അതിലോട്ട് തിരിച്ചു വെക്കാം. ഡ്രസ്സ് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യാം. ചിലവർക്ക് അങ്ങനെ ബാസ്ക്കറ്റ് യൂസ് ചെയ്യുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല. എനിക്ക് പൊതുവേ ബാസ്ക്കറ്റുകളിൽ ഈ മോഡൽ ബാസ്ക്കറ്റാണ് ഏറ്റവും ഇഷ്ടം. ഒരുപാട് ടൈപ്പ് ബാസ്ക്കറ്റ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ല, ഫോൾഡബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു മോഡലാണ്. ഈ ഒരു മോഡൽ എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ മീഷോയിലൊക്കെ ഇതുപോലത്തെ പല കളേഴ്സിൽ ഈ ബോക്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ അലമാരയുടെ അളവെടുക്കുക, അതിനുശേഷം മാത്രം ഓർഗനൈസേഴ്സ് വാങ്ങുക.
വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ വെക്കാൻ അളവ് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയി പോകും. അളവെടുത്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ ഓർഗനൈസർ തിരഞ്ഞെടുക്കുക. എനിക്ക് ഏറ്റവും ഉപകാരം തോന്നിയത് ഈ ഒരു മോഡൽ ഓർഗനൈസർ ആണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില പ്രത്യേകതകളാണ്. അതായത് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുർത്തീസാണ് വെക്കണേ, ഷോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതായാലും ഒരു 10-15 എണ്ണം നമുക്ക് വെക്കാം. നമ്മൾ അയൺ ചെയ്തിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഒഴുകുന്ന മോഡൽ ഇങ്ങനത്തെ ടോപ്പൊക്കെ ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ അയൺ ചെയ്യാതെ വെക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു 10 ടോപ്പൊക്കെ മാക്സിമം ഈ ഒരു ബോക്സിൽ വെക്കുന്നുള്ളൂ. ഈ ബോക്സിൽ മടക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തട്ടി മറിഞ്ഞ് വീഴുന്ന പ്രോബ്ലം ഇല്ല. പിന്നത്തെ കാര്യമുള്ളത്, ഒരു ബോക്സ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വെച്ചാൽ അപ്പുറത്തെ ഭാഗത്ത് ബോക്സ് വെക്കണ്ട. ഇതുപോലെ ഒരു ഡിവൈഡർ പോലെ ആയി ഇത് ഓൾറെഡി. പിന്നെ എടുക്കാനും വെക്കാനും ഈസിയാണ്. ഏറ്റവും എളുപ്പം ഒതുക്കുന്ന സമയത്ത് നമുക്ക് ഈ ബോക്സ് അങ്ങനെ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ച് ഡ്രസ്സൊക്കെ ഒതുക്കി അതേപോലെ തിരിച്ചു വെക്കാം. നല്ല എളുപ്പമാണ്. ഈ ഒരു ഓർഗനൈസർ ഞാനൊരു അലമാരയിൽ വെച്ച ശേഷമാണ് എൻ്റെ അലമാര ഈ കാണുന്ന രീതിയിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. ഡ്രസ്സ് ചിലപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചതൊക്കെ ചുക്കി ചുളിഞ്ഞിരിക്കുന്നുണ്ടാവും, അങ്ങനെയല്ല. പക്ഷെ പെട്ടെന്ന് എല്ലാ ഡ്രസ്സ് കാണാനും എടുത്ത് വെക്കാനും ഒതുക്കി വെക്കാനൊക്കെ ഭയങ്കര സൗകര്യമായി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അലമാര ഈ മോഡലാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു എൻ്റെ അലമാര. ഞാൻ ഇത്രയും മടിയുള്ള ഒരാളായിട്ടും ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തായാലും പറ്റും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രസ്സുകളും, അതായത് പാർട്ടി വെയർ സൽവാർ ആയാലും കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന സൽവാറുകളായാലും പിന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലിടുന്ന ഡ്രസ്സുകളായാലും നൈറ്റ് വെയർസ്, ഇതെല്ലാം തന്നെ ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പോർഷനിലാണ് മുഴുവനായിട്ടും ഒതുക്കി വെച്ചിട്ടുള്ളത്. ഷോളുകളൊക്കെ ഞാൻ ഷിഫോണിൻ്റെ ഷോളുകളെല്ലാം തന്നെ ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും എടുക്കുന്ന ഷോളുകളാണ്. ഇനി നമ്മൾ നല്ല ഷോളുകൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ കാണിച്ച ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. ഷിഫോണിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഷോളുകളൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ട് അതിൻ്റെ അളവനുസരിച്ച് റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെനിക്ക് അയൺ ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല. ജസ്റ്റ് അതിൻ്റെ റോള് നിർത്തിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കസേരമേ നിർത്തിയിട്ടാൽ അത് നല്ല ചുളിവൊക്കെ ഇല്ലാതെ ഇരിക്കാറുണ്ട്. കോട്ടൻ്റെ ഞാനിങ്ങനെ വെക്കാറില്ല, കാരണം ഭയങ്കരമായിട്ട് ചുളിവ് വരും. ഷിഫോണിൻ്റെ ഇതുപോലെ വെച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എനിക്ക് മെത്തേഡാണ് ഏറ്റവും എളുപ്പമായിട്ട് കുറേ നാളായിട്ട് ട്രൈ ചെയ്തിട്ട് ഈസി ആയിട്ട് തോന്നിയത്. ഇങ്ങനത്തെ ഷെൽഫിൽ, വലിക്കുന്ന മോഡൽ ഷെൽഫിൽ ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെക്കുക. ഇനി സാരി ഞാൻ ഒതുക്കി വെക്കുന്നത് ഇതുപോലെയുള്ള സാരി ബാഗിലാണ്. ഞാൻ സാരി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. എന്നിരുന്നാലും ഉള്ള സാരികൾ ഇങ്ങനത്തെ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം 10 സാരിയൊക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും. നന്നായി അയൺ ചെയ്താൽ നമുക്ക് കൂടുതൽ വെക്കാനായിട്ട് പറ്റും കേട്ടോ. സാരി വെക്കാൻ ഒരു ബാഗ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൗസുകൾ സെപ്പറേറ്റ് ആയിട്ട് മാച്ച് ചെയ്ത് ചെയ്യുന്ന ബ്ലൗസുകളൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനത്തെ ബ്ലൗസ് ബാഗ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അതിൽ വെക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അളവ്. അതുകൊണ്ട് തന്നെ ബ്ലൗസുകളൊക്കെ ഒതുങ്ങി നല്ല നീറ്റായിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ കയ്യിൽ സിംഗിൾ ആയിട്ടുള്ള സാരികളോ അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ടുള്ള അനാർക്കലി അങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിംഗിൾ ആയിട്ടുള്ള സാരി ബാഗിൽ വെക്കാം. ഇതിൽ 1-2 ഐറ്റംസ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് നമുക്ക് നല്ല സൗകര്യമായിട്ട് ഒതുക്കി വെക്കാൻ പറ്റും. പാർട്ടി വെയർ ഡ്രസ്സുകളും അതുപോലെ തന്നെ സാരിയും ഇങ്ങനത്തെ ബാഗിൽ വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അത് വല്ലപ്പോഴും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ആവശ്യമുള്ളപ്പോൾ ഈ ഒരു ബാഗ് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാരിയും സൽവാറൊക്കെ എളുപ്പത്തിൽ തന്നെ കിട്ടും. അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ സെറ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആയാലും ദുപ്പട്ടയോ അല്ലെങ്കിൽ ബോട്ടോ ആയാലും ഒക്കെ സെറ്റായിട്ട് ഇരുന്നോളും. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് പാർട്ടി വെയർ ഡ്രസ്സ് ഒതുക്കാനായിട്ട്. ഇതൊരു തവണ നമ്മൾ വാങ്ങിയാൽ നമുക്കിത് വർഷങ്ങളോളം ഉപയോഗിക്കാം. നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെയുള്ള കാര്യമുള്ളത്, സിബുള്ള മോഡൽ വാങ്ങുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ സിബ് നാശമാവും. പക്ഷെ നമുക്ക് ബാഗ് ശരിയാക്കണോടത്ത് കൊടുത്താൽ അത് ശരിയാക്കി കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ ഏറ്റവും താഴെയുള്ള 2 ചെറിയ ഷെൽഫിലാണ് ഈ ബാഗുകൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാഗ് ആയതുകൊണ്ട് തന്നെ ഇത് വെയിറ്റും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് താഴത്തുനിന്ന് എടുത്ത് നമുക്ക് കട്ടിലുമ്പ് വെച്ച് ആവശ്യമുള്ള ഐറ്റംസ് എടുത്ത് തിരിച്ച് വെക്കാൻ ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ബാഗുകളാണ്. അപ്പോൾ ഏതൊരു ഏരിയയും നമ്മൾ ഒതുക്കി കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പലപ്പോഴും അതാണ് നമ്മൾ ബാക്കിലോട്ട് പോവുക. ഒതുക്കിയൊക്കെ വയ്ക്കും, തിരിച്ച് അതുപോലെ തന്നെ വെക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ ഞാൻ പറ്റാവുന്നതും അലമാര വൃത്തിയായിട്ട് സൂക്ഷിക്കുമെന്ന്. നമ്മളിതുപോലെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് ഒതുക്കി വെക്കും. ഇടയ്ക്കൊരു ഫോട്ടോയ്ക്ക് ക്ലിക്ക് ചെയ്യുക ഓർഗനൈസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ എടുത്ത് കാണുമ്പോൾ വീണ്ടും ഇതുപോലെ ഒതുക്കി വെക്കാനും മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അത്ര നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ ഒതുക്കിയതല്ലേ, എനിക്ക് തന്നെ ഒരു റിവാർഡ് ഞാൻ കൊടുക്കേണ്ട, ഒരു സമ്മാനം. അതിനായിട്ട് ഞാൻ കുറച്ച് കട്ട്ലേറ്റ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
സവാള ഞാൻ 2 എണ്ണം വലുതാണ് എടുത്തിട്ടുള്ളത്, പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ബാക്കി നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഞാനൊന്ന് അരച്ചിട്ട് ജസ്റ്റ് ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ചിക്കൻ്റെ പീസസ് നമ്മൾ വെറുതെ വേവിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ പീസസ് നമ്മൾ മിക്സിയിൽ ഒന്നിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കാണുന്ന രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് മുരിയിച്ചെടുക്കുക. അതായത് കുറച്ചൊരു മൊരിവ് വരണം ചിക്കനായാലും ബീഫായാലും, അപ്പോഴാണ് ആ ടേസ്റ്റ് കേട്ടോ. ചിക്കൻ്റെ മിക്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി 4 വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നന്നായി വേവിച്ച് ഉടച്ചെടുക്കുകയാണ്, കട്ടകളില്ലാതെ ഉടച്ചെടുക്കുക. നമ്മൾ മൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അവിടെ ചൂടാറാനായിട്ട് ഞാൻ പരത്തി അവിടെ വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ചൂടാറി കഴിയുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കയ്യിൽ ഓയിൽ തടവിയാൽ നല്ലതാണ്, അപ്പോൾ കയ്യിലേക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഉപ്പ് കുറവ് തോന്നാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറയും. അപ്പോൾ ചിക്കൻ്റെ മിക്സിൽ ഇത്തിരി ഉപ്പ് നമ്മളൊന്ന് ഇത്തിരി മുന്നിലേക്ക് നിൽക്കണ പോലെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം തന്നെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ്സ് ഉണ്ടാക്കാം. ഞാൻ സാധാരണ ഓവൽ ഷേപ്പിലാണ് എപ്പോഴും ഉണ്ടാക്കുക, ഇന്ന് വേറൊരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം, അങ്ങനെയൊന്നുമില്ല. ഇതിങ്ങനെ നമ്മൾ ആദ്യം റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ 2 കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഞാൻ അതിൽ മുക്കി നമ്മൾ ബ്രെഡ് ക്രംസിലാണ് മുക്കുന്നത്. അതായത് ബ്രെഡ് ഒരു 4 പീസ് എടുത്ത് മിക്സിയിൽ പൊടിച്ചു അതിലാണ് മുക്കി പൊരിക്കുന്നത്. എനിക്ക് റസ്ക് പൊടി അല്ലെങ്കിൽ വേറെ പൊടികളിലൊക്കെ ഇഷ്ടം ഈ ബ്രെഡിൻ്റെ പൊടിയിൽ തന്നെയാണ് വറുക്കുന്നതാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മളിതെല്ലാം അതും തന്നെ ബാറ്ററിൽ മുക്കി സെറ്റാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ്. എണ്ണ ചൂടായ ശേഷം നമ്മളിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു 4 എണ്ണമൊക്കെ നമുക്ക് ഒറ്റ ട്രിപ്പിന് ഈ ഒരു ചട്ടിയിൽ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നമുക്കിതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മളത് എടുക്കുക. ഇത്തിരി ക്രിസ്പി ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ കളറ് വല്ലാതെ കുറഞ്ഞു പോയാൽ ആ ക്രിസ്പിനെസ് ഉണ്ടാവില്ല കട്ട്ലേറ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മളത് ഇതുപോലെ മാറ്റി വെക്കുക. നല്ല ക്രിസ്പി ആയിട്ട് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിക്കുന്നത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും എനിക്ക് വിശന്ന് തുടങ്ങി. നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സന്തോഷമായിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ടാസ്കുകൾ, മെയിൻ ടാസ്ക് ആയിരുന്നത്. അപ്പോൾ നിങ്ങളും വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ അലമാരയൊക്കെ ഒതുക്കുക, വൃത്തിയാക്കി വെക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.